പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 13-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ രാത്രിയിൽ ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഒന്നുകൂടെ കർത്താവിനെ കരങ്ങളെ ഉയർത്തിയിട്ട് പറയാം. കർത്താവെ, നല്ല ഉറക്കം തന്നതിന് അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ഞാൻ എൻ്റെ പ്രിയനോ ഉറക്കം നൽകുമെന്നുള്ള തിരുവെഴുത്ത് പ്രകാരം രാത്രി നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിൻ്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ പകൽക്കാലവും നമ്മളെ അതിശയകരമായി ശ്രേഷ്ഠമായി അത്ഭുതകരമായി നടത്തുന്നതോർത്ത് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകും. നമുക്ക് കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറയാം, ഉറക്കം പറയാം. എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. നമുക്ക് ഒരുമിച്ച് കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം ചെയ്യാം. 92-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായ യഹോവയെ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് പറഞ്ഞ് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമറില്ല. യേശു അങ്ങ് പറഞ്ഞ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമറില്ല. മുട്ടുവീൻ, ഞാൻ തുറന്നു തരാം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ അടുത്തു വരിക, അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരിക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും വ്യക്തിപരമായ ചില ആത്മീക അനുഭവങ്ങൾ അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ചില ഏഞ്ചലിക് ഇൻ്റർവെൻഷനുകൾ സംഭവിക്കട്ടെ. ആത്മാവിൻ്റെ അസാധാരണ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ മഹത്വത്താൽ മൂടപ്പെടട്ടെ. ഇവരുടെ ഭവനം മഹത്വത്താൽ മൂടപ്പെടട്ടെ. ഇവരുടെ ജോലിസ്ഥലം മഹത്വത്താൽ മൂടപ്പെടട്ടെ. ഇവരുടെ വാഹനം ദൈവിക മഹത്വത്താൽ മൂടപ്പെടട്ടെ. അത്ഭുതകരമായ സാന്നിധ്യത്തിൻ്റെ മറവിൽ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാനസിക സംഘർഷങ്ങളും മാറിപ്പോകും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് അഡിക്ഷൻസും യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ലാ ടൈപ്പ് ഓഫ് അഡിക്ഷൻസും ആമേൻ ആമേൻ ആമേൻ. ഇൻ്റർനെറ്റിൻ്റെ സോഷ്യൽ മീഡിയ അഡിക്ഷനുകൾ, ആമേൻ ആൽക്കഹോളിക് അഡിക്ഷൻസ്, ഡ്രഗ് അഡിക്ഷൻസ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആ കെട്ടുവിട്ട് ഇവർ സ്വതന്ത്രരാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനം അഴിഞ്ഞ് ഇവർ സ്വതന്ത്രരായി തീരട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കണമേ. നടന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ ഇന്ന് ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ വേരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സ്വർഗീയ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. അതിന്മേൽ അത്ഭുതം നടക്കട്ടെ. ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത് ഹീലാകട്ടെ. ആമേൻ. അത് മുഖാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേദനകൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അത്ഭുതകരമായ സൗഖ്യം കർത്താവ് കൊടുത്തതിന് സ്തോത്രം. കാല് താഴെ കുത്തുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നടക്കുന്നതിനും ജോലിക്ക് പോകുന്നതിനും പ്രയാസം അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് ഈ തിങ്കളാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ പുതിയ ഇൻ്റർവ്യൂ കോൾസ് ഇന്ന് വരട്ടെ. പുതിയ അപ്പോയിൻമെൻറ്റ് ഓർഡറുകൾ ഇന്ന് ലഭിക്കട്ടെ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആമേൻ. അതുപോലെ മറ്റ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ കർത്താവ് വിടുവിക്കണം. ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറണം. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. നാളത്തെ കർത്താവ് ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവിക മഹത്വം ഇന്നത്തെ മീറ്റിങ്ങിൽ ഓവർഫ്ലോ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ആക്കണം. കർത്താവ് ചെയ്യുന്ന എല്ലാ
പ്രവൃത്തികൾക്കും കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ നാമം ഇന്ന് മഹിമപ്പെടുവാൻ ഇടവരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിനെ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, തക്ക സമയത്ത് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യണം. ദൈവത്തിൻ്റെ വലിയ ഗ്ലോറി ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കും. അതിൽ നിശ്ചയമായി നിങ്ങളും പങ്കാളികളാകുക. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ ആവർത്തന പുസ്തകം ആമേൻ അതിൻ്റെ 6-ാം അധ്യായം 5-ാമത്തെ വാക്യം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. ഇന്ന് ദൈവമക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അനേകർ പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല ആത്മീയമായ ഡിസിപ്ലിൻ സൂക്ഷിക്കുന്ന അനേകരുണ്ട്. പക്ഷേ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതോ ഇതൊരു ചടങ്ങായി ഒരു കടമയായി ചെയ്യുകയാണോ? അതോ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ കർത്താവ് നമ്മുടെ പുറമേയുള്ള ആക്ഷനുകളെ അല്ല കർത്താവ് നോക്കുന്നത്. ഗോഡ് ഈസ് ലുക്കിംഗ് അറ്റ് അവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയത്തെയാണ് കർത്താവ് നോക്കുന്നത്. ആമേൻ. ഈ ദാവീദിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്നാണ് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കാരണം ദാവീദ് ദൈവത്തെ വാസ്തവമായി സ്നേഹിച്ചു. ജെന്യുവിൻലി ലവ്ഡ് ഗോഡ്. ഹല്ലേലൂയ. കാരണം ദാവീദിന് അറിയാമായിരുന്നു ദാവീദിൻ്റെ എല്ലാ ജയങ്ങളും ഉയർച്ചകളും അനുഗ്രഹങ്ങളും മുന്നേറ്റങ്ങളും സംരക്ഷണവും എല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നതെന്ന് ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് ഒരിക്കലും തൻ്റെ ശക്തിയിൽ ആശ്രയിച്ചില്ല. 23-ാം സങ്കീർത്തനം സുപരിചിതമായ വാക്യത്തിൽ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദ ലോർഡ് ഈസ് മൈ റോക്ക് ആൻഡ് മൈ ഫോർട്രസ്. ആമേൻ. കർത്താവിൻ്റെ പാറയും എൻ്റെ സങ്കേതവുമാകുന്നു. ആമേൻ. അപ്പം ദാവീദിന് നല്ല ബോധ്യമാണ് ദാവീദിൻ്റെ ഇടയൻ ദൈവമാണ്, ദാവീദിനെ സൂക്ഷിക്കുന്നവൻ കർത്താവാണ്, ദാവീദിൻ്റെ ശരണസ്ഥലം ദൈവമാണ്, ദാവീദിന് വേണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കർത്താവാണ്, ശക്തിയും റിസോഴ്സും എല്ലാം കർത്താവാണെന്ന് ദാവീദിന് നല്ല ബോധ്യമായിരുന്നു. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തെ ആഴമായി സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിലും നമുക്ക് ഒരു ബോധ്യം വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞിനെ ദൈവം എങ്ങനെയാണ് സംരക്ഷിക്കുക? ഒരു കുഞ്ഞിനെ അവൻ്റെ പിതാവ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. ആ അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത് സന്തോഷത്തോടാണ് ചെല്ലുന്നത്. കാരണം ഭയമില്ലാതെ ചെല്ലുന്നത്. കാരണം ആ കുഞ്ഞിനറിയാം കുഞ്ഞിനെ അപ്പൻ സംരക്ഷിക്കും, കുഞ്ഞിന് വേണ്ടി അപ്പൻ പ്രൊവൈഡ് ചെയ്യും, സ്നേഹിക്കുന്നു എന്ന നല്ല ബോധ്യമാണ്. ഇതുപോലെ ആയിരിക്കണം നമുക്കും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് ആമേൻ അപ്പൻ മോൻ ബന്ധത്തിലായിരിക്കണം. ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം. നമ്മൾ പുറമേ ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ല കർത്താവ് നോക്കുന്നത്. പലരും ഉപവസിക്കുന്ന ചില കാര്യസാധ്യം നേടുവാൻ വേണ്ടിയാണ്. പലരും ആരാധനയ്ക്ക് പോകുന്നത് ചില കാര്യസാധ്യങ്ങൾ നേടുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിനോട്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ ദൈവത്തെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുക എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ബോധ്യം വേണം. എൻ്റെ എല്ലാം ദൈവം തന്നതാണ്. എൻ്റെ ജീവിതം, ഈ ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വാഹനം ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ പാർക്കുന്ന ഈ ഭവനം ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ നമുക്കിത് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും. എന്നെ സ്നേഹിക്കുന്ന അപ്പൻ എനിക്കെല്ലാം തരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി സ്നേഹിക്കുക. കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങനൊരു ബന്ധമല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അവനെ ആഴമായി സ്നേഹിക്കണം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവർ, പ്രാർത്ഥന സ്നേഹം കൊണ്ടായിരിക്കണം. ദൈവവചന ധ്യാനം സ്നേഹം കൊണ്ടായിരിക്കണം. ആരാധനയ്ക്ക് പോകുന്നത് സ്നേഹം കൊണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നിനും ഒരു മുടക്കം വരുവാൻ കർത്താവ് ആമേൻ ഒരിക്കലും ഇടവരുത്തില്ല. നമ്മളോട് തന്നെ ചോദിച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണോ? അതോ ഞാൻ വീട്ടിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചു പോവാണോ? ആമേൻ. ജോലി കഴിഞ്ഞ് നമ്മൾ ഓടി എന്തിനാണ് വീട്ടിലോട്ട് വന്നത്? നമുക്ക് എങ്ങനെയും വീട്ടിൽ ചെന്നാൽ മതി, അല്ലെ വീട്ടിൽ ചെല്ലുക എന്ന് പറയുന്നത് ചടങ്ങാണോ? അതോ വീട്ടിൽ ചെല്ലുന്ന എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ കാണുവാനും അവരോട് സന്തോഷിക്കുവാനുമാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥിച്ചില്ലേ കർത്താവ് പിണങ്ങുമോ? അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ അപ്പനും അമ്മ എന്നാ പറയും, പാസ്റ്റർ എന്നാ പറയും, അല്ലെങ്കിൽ ലീഡർമാർ എന്നാ പറയും? അതല്ല.
ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അപ്പൻ്റെ കൂടെ ഇരിക്കുവാൻ, അപ്പൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുവാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ വേദപുസ്തകം വായിക്കുന്നത് 2 അധ്യായം വായിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവൂ, അല്ല. ഞാൻ വായിക്കുന്നത് എൻ്റെ യേശുവിനെ കൂടുതൽ അടുത്തറിയുവാൻ. എൻ്റെ ആരാധന എവിടുന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് വരണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ദാവീദ് അന്വേഷിച്ചതുപോലെ അധികാലത്ത് നമുക്കും ദൈവത്തെ അന്വേഷിക്കാം, ദൈവത്തെ സ്നേഹിക്കാം. നമ്മളെ സ്നേഹിച്ച കർത്താവിനെ, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിനെ, നമുക്ക് വേണ്ടി സകലതും ഒരുക്കി തരുന്ന കർത്താവിനെ, നമ്മളെ ഇന്നും കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിനെ ആഴമായി സ്നേഹിക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. പ്രാർത്ഥന സ്നേഹം കൊണ്ടായിരിക്കണം, ദൈവവചന ധ്യാനം സ്നേഹം കൊണ്ടായിരിക്കണം, ഉപവാസം കാര്യസാധ്യത്തിന് വേണ്ടി ആകരുത്, സ്നേഹം കൊണ്ടായിരിക്കണം. ആമേൻ. ആരാധനയ്ക്ക് പോകുന്നതും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതുമൊക്കെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. അല്ലാതെ എൻ്റെ മോൻ്റെ കാര്യം നടത്തുന്നതിന് വേണ്ടി ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ മോൻ്റെ കാര്യം നടത്തുന്നതിന് വേണ്ടി അങ്ങനെ ആകരുത്. അത് ഒരവസരവാദിയായ മാറ്റമാണ്. നമുക്ക് കർത്താവ് നമ്മുടെ അപ്പനെ സ്നേഹിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. അപ്പനെ സ്നേഹിക്കുന്ന, അപ്പൻ എന്നെ സ്നേഹിക്കുന്നത്, അപ്പൻ എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത് കൊണ്ട്, നടത്തുന്നത് കൊണ്ട് ഞാൻ അപ്പനെ സ്നേഹിക്കും. അങ്ങനെ നമ്മളോട് തന്നെ അങ്ങ് ചോദിക്കണം, കർത്താവേ എനിക്ക് അങ്ങേ ഇഷ്ടമാണ്. കർത്താവിന് നമ്മളെ സ്നേഹമാകട്ടോ, അതിനൊരു മാറ്റവും ഇല്ല. പക്ഷെ നമ്മളോട് ചോദിക്കുക, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ കർത്താവിനെ വിഷമിപ്പിക്കാറുണ്ടോ? കർത്താവിന് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ? സ്നേഹിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റത്തില്ല, സ്നേഹിക്കുമ്പോൾ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. സ്നേഹമുണ്ടോ എന്ന ചോദ്യം ഭയങ്കര വലുതാണ് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിനെ ആഴമായി സ്നേഹിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തിരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. ആമേൻ. നമുക്ക് പാടാൻ കഴിയും സ്നേഹിക്കുന്നേ, പക്ഷേ നമ്മുടെ പ്രവൃത്തി ദൈവത്തോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ചോദ്യമാണ്. ചോദിക്കുക, ഞാൻ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.